എൻ്റേതായ ചിന്താഗതികളിൽ, നിങ്ങളുടേതായ ചിന്താഗതികളിൽ ഐ ആം പെർഫെക്റ്റ് എന്ന് കരുതി എന്തും എങ്ങനെയും ചെയ്ത് ക്രിസ്തീയ ജീവിതം മുമ്പോട്ട് നയിക്കുമ്പോൾ പരിശുദ്ധാത്മാവ് പറയാണ് നീ മാനസാന്തരപ്പെടണം. നോക്കുക, ഈ 7 സഭകളോട് പറയുമ്പോൾ ഇതേ വാക്ക് പല സഭകളോട് കർത്താവ് ആവർത്തിച്ചു പറയുന്നതായിട്ട് നമുക്ക് കാണാം. 2-ാം അധ്യായം 5-ാം വാക്യം വായിക്കുമ്പോൾ എഫെസോസ് സഭയോട് പറയുന്നു നീയും മാനസാന്തരപ്പെടണം. എഫെസോസ് സഭയെ അത് സ്റ്റാർട്ടിങ് കാലഘട്ടമാണ്, തുടക്ക കാലഘട്ടമാണ്. മാനസാന്തരപ്പെടണം അവിടെ ആവർത്തിച്ചു. 2-ാം അധ്യായം 16-ാം വാക്യത്തിൽ പെർഗമോസ് സഭയോട് പറയുന്നു നീയും മാനസാന്തരപ്പെടണം. 2-ാം അധ്യായം 22-ാം വാക്യത്തിൽ തുയത്തൈര സഭയോട് പറയാണ് നീ മാനസാന്തരപ്പെടണം. 3-ാം അധ്യായത്തിന്റെ 3-ാമത്തെ വാക്യത്തിൽ എഴുതിയിരിക്കും സർദീസ് സഭയോട് പറയാണ് നീയും മാനസാന്തരപ്പെടണം. ഒടുവിൽ ഈ കാലഘട്ടത്തിൽ നമ്മോട് പറയാണ് നീയും മാനസാന്തരപ്പെടണം. സഭകളോട് പറയുന്ന ചില റിപ്പീറ്റ് ചെയ്യുന്ന അതേ പദങ്ങളുണ്ട്. അനേക കാര്യങ്ങളോട് ജയിക്കുന്നവന് ഞാനത് കൊടുക്കും. അതൊക്കെ റിപ്പീറ്റ് ചെയ്യുമ്പോൾ ഒരു വാക്ക്